കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളക്കരയെ നടുക്കുകയാണ്. നിതിൻ രാജിന്റെ മരണം ആത്മഹത്യയല്ലെന്നും കൊലപാതകത്തിന് തുല്യമാണെന്നും ആരോപിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളായ KSUവും SFIയും രംഗത്തെത്തി. വിഷയത്തിൽ പഴുതടച്ച സമഗ്രമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇരു സംഘടനകളും ആവശ്യപ്പെട്ടു. നടന്നിട്ടുണ്ട്. ഇതിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു, സെയിം ടു യു എന്ന് പറഞ്ഞു, മുഖത്തേക്ക് തന്നെ പറഞ്ഞു. കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇവിടെ, സ്റ്റാഫ് റൂം എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, സാറേ അതൊന്ന് കാണണമെന്ന്. അപ്പൊ ഇല്ല, സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പൊ അജീഷ മാം പറഞ്ഞു നിതിൻ കോളെന്ന് പറഞ്ഞു. ഇന്നലെ ശരിക്കും നിങ്ങളെല്ലാം കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിനുശേഷം പറയണ എന്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരന്റ്സിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാൻ. ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ചു. ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞു. നിതിൻ രാജിന്റെ മരണം അതീവ ദുഃഖകരമാണെന്നും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത ഉന്നതതല അന്വേഷണം അനിവാര്യമാണെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവിക്കും പട്ടികവർഗ കമ്മീഷനും ഉടൻ പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാംസ്കാരിക കേരളത്തിന് ലജ്ജാകരമായ സംഭവമാണിതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഹപാഠികളുടെ റാഗിങ്ങും വകുപ്പ് മേധാവിയുടെ ജാതി അധിക്ഷേപവുമാണ് മരണത്തിന് പിന്നിലെന്ന കുടുംബത്തിന്റെ ആരോപണം അതീവ ഗൗരവത്തോടെയാണ് SFI കാണുന്നത്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കേണ്ട അധ്യാപകർ തന്നെ ജാതി വിവേചനത്തിന് നേതൃത്വം നൽകുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നാഥനില കളരിയായി മാറിയതിന്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങളെന്ന് അലോഷ്യസ് സേവർ വിമർശിച്ചു. സ്വന്തം മകനെ കൊന്നുകളഞ്ഞതാണെന്ന് ഒരു പിതാവ് കണ്ണീരോടെ പറയേണ്ടി വന്ന സാഹചര്യം ഞെട്ടിക്കുന്നതാണ്. സംഭവത്തിൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, KT സംഗീത നമ്പ്യാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം നീതി ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിതിൻ രാജിനെ മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് പരസ്യമായി ജാതി അധിക്ഷേപം നടത്തിയതായും അവന്റെ നിറത്തിന്റെ പേരിലും അച്ഛന്റെ തൊഴിലിന്റെ പേരിലും സ്ഥിരമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും പരാതിയുണ്ട്. ആധുനിക കാലത്തും ഇത്തരം ക്രൂരതകൾ അരങ്ങേറുന്നത് തടയാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നത് ഗൗരവമേറിയ വീഴ്ചയാണ്. മകൻ ഒരിക്കലും സ്വയം ജീവൻ ഒടുക്കില്ലെന്ന് നിതിന്റെ പിതാവ് ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. മരിച്ച ദിവസം രാവിലെയും നിതിൻ വീട്ടുകാരുമായി സന്തോഷത്തോടെ സംസാരിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കാൻ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ആവശ്യം. പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു യുവ വിദ്യാർത്ഥി മാനസികമായി തകർത്ത് മരണത്തിലേക്ക് തള്ളിവിട്ട അധ്യാപകരെയും സഹപാഠികളെയും സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് SFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഇനിയൊരു വിദ്യാർത്ഥിക്കും ഈ ഗതി വരാത്ത സാഹചര്യം ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഏപ്രിൽ 10-നാണ് നിതിൻ രാജ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച വിവരം കുടുംബം അറിയുന്നത്. ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ റാം തന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് നിതിൻ നേരത്തെ വീട്ടിൽ പറഞ്ഞിരുന്നു. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇതിന് കാരണമായിരുന്നതായി പറയപ്പെടുന്നു. മരണ ദിവസം രാവിലെ 11 മണിക്ക് സഹോദരിയെ വിളിച്ച് നിതിൻ പണം ആവശ്യപ്പെട്ടിരുന്നു. പണം അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് 1:30-ഓടെ കോളേജിൽ നിന്ന് വിളിച്ച നിതിൻ കെട്ടിടത്തിൽ നിന്ന് വീണു എന്ന് മാത്രമാണ് അമ്മയോട് പറഞ്ഞത്. മരിച്ച വിവരം പോലും കോളേജ് അധികൃതർ മറച്ചുവെച്ചതായി കുടുംബം ആരോപിക്കുന്നു. കോളേജ് അധികൃതരുടെ പെരുമാറ്റത്തിലും മരണശേഷമുള്ള വിവരങ്ങൾ കൈമാറുന്നതിലും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെയാണ് മകൻ മരിച്ച വിവരം കുടുംബം അറിഞ്ഞത്. ഈ സാഹചര്യത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ജാതി വിവേചനവും മാനസിക പീഡനവും സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.